സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്ക് റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. സമരത്തിന് പിന്തുണയേറി വരികയാണ് ഓരോ ദിവസവും. ഇന്ന് ഐക്യദാർഢ്യവുമായി കലാകാരന്മാരും സമരവേദിയിലേക്ക് എത്തിയിരുന്നു. സമരപ്പന്തലിനോട് ചേർന്ന് പൊരുതുന്ന സ്ത്രീശില്പം ഒരുക്കിയാണ് കലാകാരന്മാർ പിന്തുണ അറിയിച്ചത്. 33 ദിവസം പിന്നിട്ട സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. കഴിഞ്ഞ 33 ദിവസമായി അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ആശാ വർക്കേഴ്സിനെ പ്രതിനിധീകരിക്കുന്നതാണ് കലാസൃഷ്ടി. കലാകാരന്മാരായ സി ഹണിയും അനീഷ് തകഴിയും ചേർന്നാണ് ശില്പമൊരുക്കിയത്. നിങ്ങൾക്കായി ശില്പം നിർമ്മിക്കാൻ കഴിഞ്ഞതിലുള്ള വളരെ വലിയ സന്തോഷമാണ്. ഈ സമരം വിജയിക്കുന്ന ഒരു സമരമാണ്. കാരണം ഈ സമരം വിജയിച്ചില്ല എങ്കിൽ നമുക്ക് വലിയ ഒരു പ്രതീക്ഷ ഇല്ലാതാകുകയാണ്. അതുകൊണ്ട് കേരള ജനതയ്ക്ക് ഈ സമരം, ഈ ന്യായയുക്തമായ സമരം വിജയിക്കേണ്ടത് ഒരാവശ്യമാണ്. തീർച്ചയായിട്ടും ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും എന്ന പ്രതീക്ഷ നിർത്തും. കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയ്ക്കൊപ്പം സങ്കട പൊങ്കാല അർപ്പിച്ച ആശമാർക്ക് വലിയ പിന്തുണയാണ് ലഭിച്ചത്. 17-ന് സെക്രട്ടേറിയറ്റ് ഉപരോധത്തോടെ സമരം ശക്തമാക്കാനാണ് ആലോചന. ഒരുപക്ഷെ കേരളം കണ്ടിട്ടില്ലാത്തത്ര ഒരു സ്ത്രീകൾ നടത്തുന്ന വലിയൊരു ഉപരോധം നടക്കാൻ പോവാണ്. മിനിമം ജീവിച്ചിരിക്കുവാനുള്ള കൂലിക്ക് വേണ്ടിയിട്ടാണ് ഈ സഹന സമരം നടത്തുന്നത്, ഒരു അതിജീവന സമരം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ 17-ാം തീയതിയിലെ പരിപാടി അത് ശക്തമായിരിക്കും. ഞങ്ങളെ പിന്തുണച്ച മുഴുവൻ ആളുകളോട് ഞങ്ങളത് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർ വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്യാവുന്നതിനോട് നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. ശക്തമായിരിക്കും സമരം. എല്ലാ ജില്ലകളിൽ നിന്നും അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വണ്ടികൾ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ ഭീഷണിയാണ്. CI2 നേരിട്ടിറങ്ങി ആളുകളുടെ നേരിട്ട് വീടുകളിലെത്തി ഭീഷണിപ്പെടുത്തുന്ന ധാരാളം റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ജോലിക്ക് കയറിയില്ലെങ്കിൽ പിരിച്ചുവിടുമെന്ന് പറയുന്നത് എല്ലാം അതിജീവിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ സർക്കാർ ഒരു വശത്ത് ചർച്ച നടത്തുന്നില്ല, സമരക്കാരെ ഒഴിവാക്കുന്നു. മറുവശത്ത് അവർ ഈ വരാതിരിക്കുവാൻ വേണ്ടി ആശമാരെ ഭീഷണിപ്പെടുത്തുവാനുള്ള നടപടികൾ ചെയ്തുകൊണ്ടാണ് നമുക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണല്ലോ കഴിഞ്ഞ 32 ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വെച്ച ഡിമാൻഡ് സർക്കാർ അംഗീകരിക്കും, നമ്മളെ സമരം സെറ്റിൽ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളിരിക്കുന്നത്. തുടക്കം മുതൽ വലിയ പിന്തുണയാണ്. ഇന്നലെ പൊങ്കാലയ്ക്കായി കാസർഗോഡ് മുതൽ എത്തിയ സ്ത്രീകൾ ഇവിടെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എല്ലാ പിന്തുണയും ഉണ്ടെന്നെല്ലാം അറിയിച്ചിട്ടാണ് പോയിരിക്കുന്നത്. കേന്ദ്രം ഇൻസെന്റീവ് കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സംസ്ഥാന സർക്കാർ ഇതുവരെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.